ഈ സൂംബ എന്ന് കേട്ടപ്പോൾ ചില സുഹൃത്തുക്കൾ പോയി പെട്ടെന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ ചില ആളുകൾ സാംബ എന്നാണ് അടിച്ചത്. സൂംബ എന്നടിക്കുന്നതിന് പകരം സാംബ എന്നടിച്ചപ്പോൾ അവരതിനകത്ത് നോക്കിയപ്പോൾ അവരിൽ പലരുടെയും ശരീരത്തിനും വേണ്ടത്ര വസ്ത്രമില്ല എന്നുള്ളവർ മനസ്സിലാക്കി. ഉടനെ അവർ പെട്ടെന്നൊരു കുറിപ്പങ്ങ് ഇറങ്ങുന്നു. ചില ആളുകളാണ് ഇപ്പോൾ അല്പവസ്ത്രധാരികളായ മനുഷ്യരുടെ ജീർണത നിറഞ്ഞ ആഭാസത്തരത്തിൻ്റെ പേരാണ് സൂംബ. കണ്ടത് സാംബ, എഴുതിയത് സൂംബയെക്കുറിച്ച്. ഇതാണ് യഥാർത്ഥം സംഭവിച്ചത്. സൂംബ ഒരു ആഭാസം നിർത്തനേയല്ല. അത് കൊളംബിയൻ കോറിയോഗ്രാഫറായ ഈ ആൽബർട്ടോ ബെറ്റോ പെരസ് 2000 കൊണ്ടുവരുന്നൊരു പുതിയ എയറോബിക് എക്സസൈസ് രീതിയാണ്. അതൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസ് രീതിയാണ്. അത് ഇന്ന് 195 രാജ്യങ്ങളിൽ 180 രാജ്യങ്ങളിലുമുണ്ട്. 2 ലക്ഷത്തോളം ഇടങ്ങളിൽ ഇത് പരിശീലിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകളത് അത് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായ അകലത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ അല്പവസ്ത്രമിട്ട് വരണമെന്ന് ഒരു വിദ്യാർത്ഥിയോടും ഒരു സർക്കുലറും പറഞ്ഞിട്ടില്ല. ആഭാസം നിർത്തനേയല്ല. അതൊരു എയറോ കാർഡിയോ വാസ്കുലർ എക്സസൈസ് മാത്രമാണ്. അതിനെ ആ രീതിയിൽ തന്നെ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് പൊതുവെ ഉയരുന്നത്. പക്ഷേ എന്നാലും ചില ആളുകൾക്ക് സംശയമാണ്, എന്ത് ചെയ്യും?